ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ടവർ സ്ഥാപിക്കുന്ന കമ്പനികളിൽ നിന്ന് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് പണം കൈപ്പറ്റുന്ന ഡൂക്ലി രാഷ്ട്രീയക്കാരില്ലേ, അവർക്ക് പോലും മുട്ടം പണിയാണ് ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് കൊടുക്കാൻ പോകുന്നത്. 2023 ജൂൺ മാസം അമേരിക്കയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഇലോൺ മസ്ക് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മസ്ക് പറഞ്ഞത് ഞാൻ മോഡിയുടെ വലിയൊരു ആരാധകനാണ് എന്നായിരുന്നു. ഇത് നിരന്തരമായി ട്വിറ്ററിലൂടെയെല്ലാം കമ്മ്യൂണിസത്തിനെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന മസ്കിന്റെ വലതുപക്ഷ ചായ്വ് കാണിക്കുന്നതായിരുന്നില്ല. ഇന്ത്യയിലേക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യത്തെ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുള്ളതായിരുന്നു. മസ്ക് വീണ്ടും തുടരുന്നുണ്ട്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാവിയിൽ ഞാൻ ഇൻക്രെഡിബിളി എക്സൈറ്റഡ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റേത് രാജ്യത്തെക്കാളും അധികം ശക്തി ഇന്ത്യക്കുണ്ട് എന്നും തന്റെ കീഴിലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ മനുഷ്യസാധ്യമായ പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇലോൺ മസ്കിന്റെ ബിസിനസ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലുണ്ട്. ട്വിറ്റർ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. അതിന്റെ പ്രവർത്തനം ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ട്വിറ്റർ ലാഭം ഉണ്ടാക്കുന്നുമുണ്ട്. ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതിന് മുന്നോടിയായി കേന്ദ്ര കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലുമായിട്ട് ടെസ്ല അധികൃതർ ഒരു ചർച്ച പോലും നടത്തിയിരുന്നു. എന്നാൽ ടെസ്ല മാത്രമല്ല, ഇന്ത്യയുടെ അനന്തമായ സാധ്യതകളും മാർക്കറ്റിൽ ലക്ഷ്യമാക്കി ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് കീഴിലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി പ്രവർത്തിക്കുന്ന സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് കൂടിയാണ്. ഈ സംഭവമാണ് ജിയോയുടെയും അംബാനിയുടെയും അടിത്തറ ഇളകാൻ കാരണമാവുമോ എന്നും, ഇതൊരു ബില്യണയർ യുദ്ധത്തിലേക്ക്, ആയുധങ്ങൾ വെച്ചിട്ടുള്ള യുദ്ധമല്ല, ടെക്നോളജി കൊണ്ടും പണം കൊണ്ടുമുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്നും സംശയിക്കപ്പെടുന്നത്. നമ്മൾ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും കാണേണ്ട രസകരമായ ആ അറിവുകളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കെന്തായാലും വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ രണ്ട് സംശയങ്ങൾ ഉണ്ടാവും. ഒന്ന്, എന്തിനാണ് ഇലോൺ മസ്ക് തൻ്റെ ബിസിനസ്സുമായി ഇന്ത്യയിലേക്ക് വരുന്നത്? രണ്ട്, അംബാനിക്ക് ഇത് വെല്ലുവിളിയാവാൻ സാധ്യതയുണ്ടോ? ഇലോൺ മസ്ക് തന്റെ ബിസിനസ്സുമായി ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയാണ്. ലോകത്തിലെ തന്നെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. അത് കൂടാതെ ലോകത്തിന്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് അത്ഭുതാവഹമാണ്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ന് മാത്രമല്ല, യുവാക്കളുടെ എണ്ണം നോക്കിയാലും ജനസംഖ്യ നോക്കിയാലും പ്രകൃതി വിഭവങ്ങൾ നോക്കിയാലും എല്ലാം വലിയ രീതിയിൽ തുടർന്നും വളരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തെ കാരണം, കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർമ്മാണ അല്ലെങ്കിൽ ഉൽപ്പാദന ചിലവ് കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അമേരിക്കയും യൂറോപ്പും പോലുള്ള സ്ഥലങ്ങളിലെല്ലാം സാധനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഉൽപ്പാദന ചിലവ്, ശമ്പളം കൊടുക്കുന്നതും അവിടെയുള്ള സാധനങ്ങളുടെ വിലയും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ കൂടുന്നതാണ്. വലിയ രീതിയിൽ സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കൂടി ഇടുന്ന സമയത്ത് വലിയ വിലയാണ് സാധനം മേടിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടി വരിക. അപ്പം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വില കുറയ്ക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കേണ്ടി വരും. അത് കമ്പനികൾക്ക് ലാഭകരമാവില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എവിടെയാണോ നിർമ്മിക്കാൻ പറ്റുക അവിടെ നിർമ്മിക്കുന്നതാണ് കമ്പനികൾക്ക് ഏറ്റവും ഗുണമുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് പല കമ്പനികളും ചൈനയിൽ തങ്ങളുടെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ നിലവിലെ കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ഉൽപാദന ചിലവ് കുറഞ്ഞ രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന രാജ്യം. മൂന്നാമത്തെ കാരണം, മസ്കിന്റെ തന്നെ അഭിപ്രായത്തിൽ സോളാർ പവർ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്ററി പാക്സ് തുടങ്ങിയവയുടെ മാർക്കറ്റിൽ വലിയൊരു ഭാവി അദ്ദേഹം ഇന്ത്യയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭീമമായ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുള്ളതും. നാലാമത്തെ കാരണം, ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ മാർക്കറ്റാണ്. ഡിലോയിറ്റിന്റെ കണക്ക് പ്രകാരം 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ 100 കോടി സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. 100 കോടി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളെന്നും അതിനൊരർത്ഥമുണ്ട്. സ്മാർട്ട് ഫോൺ പൂർണ്ണമായിട്ടും ഉപയോഗിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല എന്ന് നമുക്കറിയാം. സ്മാർട്ട് ഫോൺ വാങ്ങുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത്രയും വലിയ തുക കൊടുത്ത് അവർ സ്മാർട്ട് ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻ്റർനെറ്റ് മാർക്കറ്റിൻ്റെ ഭാവിയും ഇൻ്റർനെറ്റ് മൂലം വളരാവുന്ന ബിസിനസ്സുകളുടെ ഭാവിയും ഇന്ത്യയിൽ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നു. 5ാമത്തെ കാരണം, ലോകത്തിലെ പ്രമുഖ കമ്പനികളെല്ലാം ചൈന +1 എന്നൊരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ചൈനയിൽ ഉൽപ്പാദന ചിലവ് കുറവാണ്, തൊഴിലാളികളെ കിട്ടാൻ എളുപ്പമാണ്, നല്ല ജനസംഖ്യയുള്ള രാജ്യമാണ്, ഗവൺമെൻറ് നല്ല രീതിയിൽ സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട് ഇത്തരം വ്യവസായങ്ങൾക്കെല്ലാം തന്നെ. അതുകൊണ്ട് അവിടെ നിർമ്മിക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചൈന ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല.
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിധേയപ്പെട്ട് മാത്രമേ അവിടെ ഏത് പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇലോൺ മസ്കിൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു ട്വീറ്റ് നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് അവിടെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മറ്റ് കമ്പനികളെ നോക്കുകയാണെങ്കിലും എപ്പോഴും ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴ്പ്പെട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. അവർക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും അവരോട് അവിടെ നിന്നും പോയിക്കോളാനും പറയാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്ക് പുറത്ത് ഒരു ഉൽപ്പാദന കേന്ദ്രം, അതായത് ചൈന +1 മറ്റൊരു രാജ്യത്തെ കണ്ടെത്തി തങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ തങ്ങളുടെ ഉൽപ്പാദനം അങ്ങോട്ട് മാറ്റണം എന്നൊരു ചിന്ത ലോകത്തിലെ പ്രമുഖ കമ്പനികൾക്കെല്ലാം ഉണ്ടാവുന്നുണ്ട്. ചൈന കഴിഞ്ഞാൽ അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? പല കമ്പനികളും അത്തരമൊരു സ്ഥലമായി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. ഭാവിയിൽ ഇന്ത്യക്ക് വലിയ വളർച്ച ഉണ്ടാവാനും ചൈനയെ പോലെ, ചൈന നമുക്കറിയാം ശത്രുരാജ്യമാണെന്നോ അയൽ രാജ്യമാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ രീതിയിലുള്ള വികസനം ചൈനയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നിലയിലേക്ക് ഇന്ത്യ എത്താനും സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തൻ്റെ ബിസിനസ് വളർത്താനുള്ള ഒരു സ്ഥലമായി ഇലോൺ മസ്കും കാണുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ എന്താണ് ഈ ഉപഗ്രഹ ഇൻ്റർനെറ്റ്? നമുക്കറിയാം, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴി, നമ്മൾ വൈഫൈ അല്ല കണക്ട് ചെയ്തത്, മൊബൈൽ ടവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സിഗ്നലുകൾ ടവറിലേക്ക് എത്തുന്നു. ടവർ നമുക്കറിയാം അത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ടവറിൽ നിന്ന് ആ വിവരങ്ങൾ ലൈറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡാറ്റാ സെൻറ്ററുകളിലേക്ക് അയക്കുന്നു. ഈ ഡാറ്റാ സെൻറ്ററിൽ നിന്നും തിരിച്ചും വിവരങ്ങൾ ഈ ഒപ്റ്റിക്കൽ കേബിൾ വഴി തന്നെ വരുന്നു. പ്രകാശമായിട്ടാണ് പോകുന്നത് അല്ലേ? പ്രകാശമായിട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്രകാശ വേഗതയിൽ പോകാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നു. ഡാറ്റാ സെൻറ്ററുകളിൽ സേവ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിലും വിവരങ്ങളാണെങ്കിലും നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനും ഒക്കെ പറ്റുന്നു. ഇങ്ങനെയാണ് ടവറുകൾ വഴി നടക്കുന്നത്. ഇനിയിപ്പോൾ റൗട്ടേഴ്സ് വഴിയാണെങ്കിൽ നമുക്കറിയാം വൈഫൈ വഴിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലും വയറുകൾ കണക്റ്റഡ് ആണ്. ഈ ഒപ്റ്റിക് കേബിളുകൾ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സാധനമല്ല. മലകളും കുന്നുകളും താഴ്വരകളും, എന്തിന് കടലിൻ്റെ അടിയിലൂടെ വരെ ഇത്തരം കേബിളുകൾ പോകുന്നുണ്ട്. അത്തരത്തിലാണ് ലോകമാകമാനം ഇൻ്റർനെറ്റ് ലഭ്യമാവുന്നത്, അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ഡാറ്റാ സെൻറ്ററുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇത്തരം കേബിളുകൾ വഴിയാണ്. പക്ഷേ ഉപഗ്രഹ ഇൻ്റർനെറ്റിൽ ഇത്തരം കേബിളുകൾ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഡാറ്റാ സെൻറ്ററിൽ ശേഖരിച്ച വിവരങ്ങൾ നമ്മുടെ ഫോണിലേക്ക് എത്തുന്നത്? വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ കേബിളുകൾക്ക് പകരമാണ് ഇത്തരം സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതിന് ടവറുകളും ഉണ്ടാവില്ല. പെട്ടെന്ന് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാൽ ഒരു ഉപഗ്രഹമുണ്ട്. ആ ഉപഗ്രഹത്തിലേക്ക് നമ്മുടെ മൊബൈലിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ അയക്കുകയാണ്. ഇന്ന സൈറ്റിൽ നമ്മൾ കയറണം, ആ സൈറ്റിൻ്റെ അഡ്രസ്സ് അയക്കുകയാണ്. പ്രകാശ വേഗതയിൽ വളരെ പെട്ടെന്ന് നമ്മൾ അടിക്കുന്ന വിവരങ്ങൾ ഈ ഉപഗ്രഹത്തിന് കിട്ടുന്നു. ഉപഗ്രഹം ഭൂമിയിലുള്ള ഡാറ്റാ സെൻറ്ററുകളിലേക്ക് ഈ വിവരത്തെ അയക്കുന്നു. തിരിച്ച് വിവരങ്ങൾ കിട്ടുന്നു. അത് നമ്മുടെ ഫോണിലേക്ക് എത്തുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും പറ്റുന്നു. എന്നാൽ നമുക്കറിയാം, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജിയോ സ്റ്റേഷനറി ആയിട്ടുള്ള ഉപഗ്രഹമാണെങ്കിൽ, അതായത് ഭൂമിയുടെ അതേ ഭ്രമണ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹമാണെങ്കിൽ എപ്പോഴും എവിടെയാണോ ഭൂമിയുടെ, ഇപ്പോൾ ഇന്ത്യയുടെ മുകളിൽ കൃത്യമായിട്ട് ഇന്ന സ്ഥാനത്തിന് മുകളിൽ ഒരു ഉപഗ്രഹത്തെ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയോട് ചേർന്നാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുക. അത്തരം ഉപഗ്രഹങ്ങളുണ്ട്. ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങൾ എന്നാണ് പറയുക. എന്നാൽ ഭൂമിയുടെ അതേ ഭ്രമണ വേഗതയിൽ കറങ്ങണമെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 35,000 കിലോമീറ്റർ ഉയരത്തിൽ ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹത്തെ സ്ഥാപിക്കേണ്ടതാണ്. 35,000 കിലോമീറ്റർ ഉയർന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടവറിലേക്ക് അത്ര ദൂരമല്ലല്ലോ. അപ്പോൾ ഇത്രയും ഉയരത്തിലുള്ള ഉപഗ്രഹത്തിലേക്ക് നമ്മൾ ഡാറ്റ അയക്കുകയാണെങ്കിൽ ടൈം ലാഗ് വരും. ഇൻ്റർനെറ്റ് സ്ലോ ആവാനും സാധ്യതയേറെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സ്റ്റാർലിങ്കിൻ്റെ 2000-ലധികം ഉപഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങളല്ല. അതായത് എപ്പോഴും ഒരു സ്ഥാനത്തിന് മുകളിൽ നിൽക്കുന്ന ഉപഗ്രഹങ്ങളല്ല. അപ്പം നമ്മുടെ റേഞ്ചിൻ്റെ പരിധിയിൽ നിന്ന് ഈ ഉപഗ്രഹം പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കട്ടാവില്ലേ എന്നൊരു ചിന്ത വരും. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. 2000-ലധികം ഉപഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർലിങ്കിൻ്റെതായിട്ട് ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നുണ്ട്. 10,000 മുതൽ 40,000 വരെ പുതിയ ഉപഗ്രഹങ്ങളെ ഇനിയും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റാർലിങ്ക്. അങ്ങനെയുള്ള സമയത്ത് സദാസമയം ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മുടെ റേഞ്ചിൻ്റെ പരിധിയിൽ നിന്ന് എപ്പോഴാണോ സ്റ്റാർലിങ്കിൻ്റെ നമുക്ക് ഇൻ്റർനെറ്റ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹം പുറത്തേക്ക് പോകുന്നത്, ആ സമയം മറ്റൊരു സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹം അതിനുള്ളിൽ കയറും. അതായത് റേഞ്ച് കിട്ടേണ്ട സ്ഥലത്തിന് മുകളിൽ എപ്പോഴും ഒരു ഉപഗ്രഹമെങ്കിലും ഉണ്ടാവുന്ന രീതിയിലായിരിക്കും ഇത്തരം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ റേഞ്ച് കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടാവില്ല. ലോ ഓർബിറ്റൽ സാറ്റലൈറ്റുകൾ ആയതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 350 മുതൽ 550 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമായിരിക്കും
ഇത്തരം ഉപഗ്രഹങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 35,000-ലധികം കിലോമീറ്റർ ഉയരത്തിലേക്ക് നമുക്ക് സിഗ്നലുകൾ അയക്കുന്ന അത്രത്തോളം പ്രശ്നം ഈ ഉപഗ്രഹങ്ങൾ മൂലം ഉണ്ടാവുന്നില്ല. പണ്ട് കാലത്ത് നമുക്കറിയാം വലിയ ഡിഷ് ആൻറ്റിനകൾ ഉപയോഗിച്ച് നമ്മൾ സിനിമ കണ്ടിരുന്നു, TV എല്ലാം കണ്ടിരുന്നു. നമ്മൾ ഇവിടുന്ന് ചാനൽ മാറ്റുന്ന സമയത്ത് ഈ ആൻറ്റിനയാണ് വിവരങ്ങൾ ഉപഗ്രഹത്തിലേക്ക് അയക്കുന്നത്. ചാനൽ മാറിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സിഗ്നൽ തിരിച്ചു വരുന്നു, ചാനൽ മാറാനുള്ള സിഗ്നൽ തിരിച്ചു വരുന്നു, നമ്മൾ ചാനൽ മാറ്റുന്നു. പ്രകാശ വേഗതയിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കിതിൻ്റെ ലാഗ് അറിയാൻ പറ്റുന്നില്ല. ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റിലും നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പണ്ട് TV മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് വലിയ കുടകൾ ഉണ്ടായിരുന്നു. അത്തരം കുടകൾ ഉപയോഗിച്ചിരുന്ന ആളുകളുണ്ടോ എന്നറിയില്ല. ഡിഷ് കുടകൾ ഉണ്ടായിരുന്നു. ആ വലിയ ഡിഷുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് സിഗ്നൽ കിട്ടാനെല്ലാം നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ കാലം മാറിയ സമയത്ത് ഡിഷിൻ്റെ വലുപ്പം കുറയുന്നതായിട്ട് കാണാം. ചെറിയ ഡിഷുകൾ വന്നു തുടങ്ങി. സ്റ്റാർലിങ്കിൻ്റെ ഡിഷ് ആൻറ്റിനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പിസ്സ സൈസിലുള്ളത് മാത്രമാണ്. നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പെട്ടിയിലാണ് ഇത്തരം സെറ്റപ്പുകളെല്ലാം വരിക. നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണ് ഇത്തരം ഉപഗ്രഹ ഇൻ്റർനെറ്റ് വഴി ഉപയോക്താവിന് ലഭ്യമാവുന്നത്. USA-യിലും കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും അടക്കം 36 രാജ്യങ്ങളിൽ ഇതിനോടകം സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്ത് തുടങ്ങി എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ ഒരു ഇൻ്റർനെറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റൂറൽ ഏരിയയിലേക്കെല്ലാം എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്. ടവറുകൾ സ്ഥാപിക്കുന്നതിലും വളരെ എളുപ്പത്തിൽ ഒരു ചെറിയ ഡിഷ് ആൻറ്റിന ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ലഭ്യമാവുന്നതാണ്. അതുകൂടാതെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ടവറുകൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് അല്ലേ. റൂറൽ ഏരിയയിലെല്ലാം ടവർ വെക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ പ്രൊട്ടസ്റ്റാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ സമരം ജനങ്ങളെ വെച്ചുണ്ടാക്കിപ്പിക്കുന്നു. രാത്രി പോയി ഈ ടവർ നിർമ്മാണ കമ്പനികളുമായി കണ്ട് രാഷ്ട്രീയക്കാർ നല്ല പണം അടിക്കുന്ന നിരവധി സംഭവങ്ങൾ നിരവധി സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതുമാണ്. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ ശാസ്ത്രത്തെക്കുറിച്ച് ബോധമില്ലാത്ത ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മൊബൈലിലെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത്. നമുക്കറിയാം, റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗദൈർഘ്യം കൂടിയ ഫ്രീക്വൻസി കുറഞ്ഞ വേവുകളാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത വേവുകളാണ് ഈ റേഡിയോ വേവുകൾ. ഊർജം വളരെയധികം കൂടിയ ഹൈ റേഡിയേഷൻ ഉണ്ടാക്കുന്ന വേവുകളെ നമുക്ക് കാണാൻ പറ്റില്ല. ഊർജം വളരെ കുറഞ്ഞ റേഡിയേഷൻ ഒന്നും ഉണ്ടാക്കാത്ത അയണൈസിങ് പവർ ഇല്ലാത്ത വേവുകളെയും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കാണുന്ന സൂര്യനിൽ നിന്ന് നമ്മുടെ കയ്യിലെല്ലാം നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശം ഉണ്ടല്ലോ, സാധാരണ ലൈറ്റ്, അതിലും ശക്തി കുറഞ്ഞതാണ് റേഡിയോ വേവുകൾ. അതായത് സൂര്യപ്രകാശത്തിലെ സാധാരണ പ്രകാശം ഉണ്ടാക്കുന്ന അത്ര പോലും റേഡിയേഷൻ ഈ റേഡിയോ വേവുകൾ ഉണ്ടാക്കുന്നില്ല. അതേസമയം ഫ്രീക്വൻസി കൂടിയ, എനർജി കൂടിയ അൾട്രാ വയലറ്റ് പോലുള്ള എക്സ്റേ പോലുള്ള വേവുകളാണെങ്കിൽ അത് റേഡിയേഷൻ പവർ കൂടിയതാണ്. അത് നമ്മുടെ ശരീരത്തിലെ ആറ്റങ്ങളെല്ലാം അയണൈസ് ചെയ്യാനും ക്യാൻസർ കൂടുതൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാനും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന സൂര്യപ്രകാശത്തിൻ്റെ അത്ര പോലും ശക്തിയില്ലാത്ത റേഡിയോ വേവുകൾ എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാക്കുക? ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ ഒരു ശാസ്ത്രബോധത്തെക്കുറിച്ച് അറിവില്ലാത്ത ജനങ്ങളെ കബളിപ്പിച്ച് പലപ്പോഴും രാഷ്ട്രീയക്കാർ പുട്ടടിക്കുന്നത് കാണാറുണ്ട്. അത്തരം കബളിപ്പിക്കലിൽ വീണ് പോവാതിരിക്കുക. എത്ര പറഞ്ഞാലും വീണ്ടും സമരങ്ങൾ നടക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പറയുന്നതിലൂടെ അതെല്ലാം മറിയില്ലല്ലോ. പക്ഷേ എന്താണെങ്കിലും ടവർ കമ്പനികളും മൊബൈൽ കമ്പനികളും നേരിടുന്ന വലിയ പ്രതിസന്ധികളിലൊന്നാണ് ടവർ സ്ഥാപിക്കുമ്പോഴുണ്ടാവുന്ന ഇത്തരം പ്രൊട്ടസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിന് വലിയൊരു സാധ്യതയാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. 2022 ഡിസംബർ മാസത്തിലെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വയർലെസ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകളിൽ 37.1% റിലയൻസ് ജിയോ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇന്ത്യയിൽ തന്നെ ഒരു കമ്പനിക്കുള്ള ഏറ്റവും വലിയ സംഖ്യയാണിത്. 42 കോടിയിലധികം ആളുകളാണ് റിലയൻസ് ജിയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തേത് നോക്കുകയാണെങ്കിൽ ചൈനയാണ്. പക്ഷേ ചൈനയിൽ സ്വകാര്യ ഇൻ്റർനെറ്റിന് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. ചൈനയിലെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻ്റർനെറ്റാണ്. നമ്മുടേതുപോലെ യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ലഭ്യമാവാത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൺട്രോൾ ചെയ്യുന്ന ഇൻ്റർനെറ്റാണ് അവിടെയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇൻ്റർനെറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് തന്നെയാണ്. ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ജിയോയുടെ കാര്യം വ്യത്യസ്തമല്ല. അതിലും മാർക്കറ്റിൽ വിജയിച്ചിരിക്കുന്നത് ജിയോ തന്നെയാണ്. 31% ആകെ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്ന വീടുകളിലും ജിയോ ആണുള്ളത്. ഏതാണ്ട് 90 ലക്ഷത്തിലധികം ആളുകളാണ് റിലയൻസ് ജിയോ ബ്രോഡ്ബാൻഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു മാർക്കറ്റ് ഷെയർ ജിയോയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ ബിസിനസ്സിൽ നിൽക്കാൻ ജിയോ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ജിയോ സിനിമ, ജിയോ മാർട്ട് പോലുള്ള സമാന്തര സംരംഭങ്ങളും തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അവർ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്നാൽ റിലയൻസ് ജിയോ കയ്യാളുന്ന ഈ ഒരു മാർക്കറ്റാണ്
ഇപ്പോൾ ഇലോൺ മസ്ക് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ടവറുകളുടെ ആവശ്യമില്ലാതെ ഉയർന്ന സ്പീഡിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അതും ഒരു പിസ്സ ബോക്സിന്റെ അത്രത്തോളം വലുപ്പമുള്ള വളരെ ചെറിയ ആന്റിനകൾ ഉപയോഗിച്ച് ഹൈ സ്പീഡിൽ നെറ്റ് ലഭ്യമാക്കുന്ന ടെക്നോളജിയാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മുകേഷ് അംബാനി എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം വിത്തിട്ട് മുളച്ചു വന്ന ആളല്ല. ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ബിസിനസ്സുകാരനാണ്. എത്ര എതിർത്താലും എത്ര വിമർശിച്ചാലും അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറ്റം പറയാൻ സാധിക്കുന്നതല്ല. പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് താനും. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് വന്നാലും അംബാനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇലോൺ മസ്ക് ആദ്യമായി സ്റ്റാർലിങ്കുമായി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ട്രായ് കുറച്ച് നിബന്ധനകളെല്ലാം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യക്കാരിൽ നിന്ന് പ്രീ ഓർഡറുകൾ സ്റ്റാർലിങ്ക് സ്വീകരിച്ചിരുന്നു എങ്കിലും ഗവൺമെന്റ് പറഞ്ഞത് പ്രകാരം പണമെല്ലാം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് അവർക്ക് വന്നു ചേർന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര എളുപ്പത്തിൽ കയറാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകമായി തിരിച്ചറിയേണ്ടതാണ്. ഇതിൽ അംബാനി കളിച്ചിട്ടുണ്ടോ എന്നെല്ലാം പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തെളിവില്ലാതെ പറയാന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഇപ്പോൾ ടെലികോം കമ്പനികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെക്ട്രം ലേലങ്ങൾ വഴിയാണ്. ഒരു നിശ്ചിത ബാൻഡ് വിഡ്ത്തിന്റെ വിവിധ ഏരിയകളാണ് ഓരോ കമ്പനികളും ലേലം വിളിച്ച് സ്വന്തമാക്കുക. എന്നാൽ ഇലോൺ മസ്ക് പറയുന്നത് ഇത്തരത്തിലാക്കരുത്, സ്പെക്ട്രം ലേലങ്ങൾ വേണ്ട, സ്പെക്ട്രം ലൈസൻസിങ് മതി എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു തത്വമാണത്. എന്നാൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം അതിനുശേഷം ജിയോ പറഞ്ഞത് വിദേശ ഉപഗ്രഹ കമ്പനികൾക്കെല്ലാം ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അവർ ലേലത്തിൽ പങ്കെടുക്കട്ടെ എന്നായിരുന്നു. അതായത് അവരെ സ്വാഗതം ചെയ്ത് ഒരു ചെറിയ വെല്ലുവിളി കൊടുത്തിട്ടാണ് ജിയോ ഈ വിഷയത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പണം ഇലോൺ മസ്കിന്റെ കയ്യിൽ മാത്രമുള്ള ഒരു സാധനമല്ല, അത് ഇന്ത്യയിലെ ബിസിനസ്സുകാരുടെ കയ്യിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികളായ ജിയോയും എയർടെലും അടക്കമുള്ള നിരവധി കമ്പനികൾ ഉപഗ്രഹ ഇന്റർനെറ്റുമായി മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകളും നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പച്ച പിടിക്കുന്നതിന് മുന്നേ തന്നെ പുതിയ ഓഫറുകൾ കൊടുത്ത് ഫ്രീബീസ് എല്ലാം കൊടുത്ത് അംബാനിക്ക് ആ മാർക്കറ്റ് പിടിച്ചടക്കാൻ വലിയൊരു സാധ്യതയും മുന്നിലുണ്ട്. അപ്പോഴെന്തായാലും അംബാനിയും ഇലോൺ മസ്കും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. അംബാനിയാണോ അതോ ഇലോൺ മസ്ക് ആണോ? ആരാണ് വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.